ബഡ്ജറ്റ് കാറുകൾ എടുക്കുന്ന സമയത്ത് അൾട്ടോ 800 എടുക്കണോ, ഇയോൺ എടുക്കണോ, ക്യുഡ് എടുക്കണോ, ഇതിൽ ഏത് എടുക്കണം എന്ന് വണ്ടർ അടിച്ചിരിക്കുകയാണോ? ദിസ് ഇസ് ഫോർ യു. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിലേക്ക് വരാം. ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യുഡിന്റെ തന്നെയാണ്. ഒരു SUV ഇൻസ്പയർ ആയിട്ടുള്ള ഒരു മിനി SUV എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. ഇനിയിപ്പം നമ്മൾ ഇയോണിന്റെ ഡിസൈനിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ ഡിസൈൻ ആണ്. ചിലവർക്ക് ഒരുപാടധികം ഇഷ്ടമാവുന്നുണ്ട്, ചിലവർക്ക് അത്രത്തോളം ഇഷ്ടമാവുന്നില്ല. ഇനിയിപ്പോൾ അൾട്ടോ 800 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, പക്ഷെ പലവർക്കും ഈ ഡിസൈനും ഇഷ്ടമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇതിൽ ഏത് ഡിസൈനാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. അടുത്തായിട്ട് നമുക്ക് ഇന്റീരിയറിലേക്ക് വരാം. ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ക്യുഡിൽ ഒരു മിനി SUV ഇൻസ്പയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇന്റീരിയർ സ്പേസ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഉണ്ട്. മാത്രമല്ല കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കിഡിലേക്ക് വരുന്ന സമയത്ത് ഉണ്ട്. ഇനിയിപ്പോൾ തൊട്ടടിയിൽ നമ്മുടെ ഇയോൺ ഉണ്ട്. ഇയോണിലേക്ക് വരുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത ഒരു ഇന്റീരിയർ സ്പേസ് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അൾട്ടോ 800 വരുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചധികം ഇന്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ കുറവാണ്. മാത്രമല്ല ഫീച്ചേഴ്സും കുറച്ചധികം കുറവാണ്. നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് മൂന്നെണ്ണം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കിയിട്ടുള്ള കാറുകളാണ്. മാത്രമല്ല ഒരു സ്റ്റാർട്ടിംഗ് കാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഇറക്കിയിട്ടുള്ള കാറുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇന്റീരിയർ കംഫർട്ടും വലിയ രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. അടുത്തായിട്ട് നമുക്ക് എഞ്ചിൻ വൈസ് നോക്കാം. എഞ്ചിൻ വൈസ് നോക്കുന്ന സമയത്ത് നമ്മുടെ അൾട്ടോയിൽ വരുന്നത് ഒരു 796cc 3 സിലിണ്ടർ പെട്രോൾ ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇയോണിലും നമ്മുടെ ക്യുഡിലും വരുന്ന സമയത്ത് ഒരു 800 സംതിങ് cc വരുന്ന എഞ്ചിൻ ഓപ്ഷനുകളുണ്ട്. അതുപോലെ തന്നെ ഒരു 1 ലിറ്റർ എഞ്ചിൻ ഓപ്ഷനും രണ്ടിലും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ അൾട്ടോ 800 വരുന്ന 3 സിലിണ്ടർ 796cc എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ എന്താ ഒരു ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിൻ എന്ന് പറയാൻ പറ്റുന്ന എഞ്ചിനാണ്. വളരെയധികം കിലോമീറ്ററുകൾ ഓടാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണ്. പേഴ്സണലി എനിക്ക് ഒരു 2 ലക്ഷം കിലോമീറ്റർ ഓടിയ അൾട്ടോ 800 അറിയാം. വളരെ മെയിൻ്റനൻസ് കുറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ അൾട്ടോന്റെ അകത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ തൊട്ടടിയിൽ നമ്മുടെ ഇയോൺ ഇരിക്കുന്നുണ്ട്. ഇയോണിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. പക്ഷേ മാരുതി കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം എന്താ പറയുക ചീപ്പർ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കുറച്ചധികം ഉണ്ട് മാരുതി കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോൾ കിഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എഞ്ചിന്റെ ഒക്കെ തുറക്കുന്ന സമയത്ത് കുറെ എന്താ പറയുക കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കുറെ എന്താ പറയുക പ്ലാസ്റ്റിക്കിന്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താ പറയുന്നു നമ്മുടെ ഓയിൽ സമ്പ് വരെ വന്നേക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ്. അതുകൊണ്ട് അത് എത്രത്തോളം ലോങ് ലൈഫ് നിൽക്കുന്നുള്ള കാര്യം അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഒരു മൈലേജ് എടുക്കുന്ന സമയത്ത് നമ്മുടെ അൾട്ടോ 800 ഏകദേശം ഒരു 20-22 ഒക്കെ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ മൈലേജ് കിട്ടും. ഇനിയിപ്പോൾ തൊട്ടടിയിൽ തന്നെ ക്യുഡും അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വാഹനമാണ്. ഇനിയിപ്പം ഇയോൺ എടുക്കാൻ ആവറേജ് ഒരു 17 ഒക്കെ ഇയോണിലും നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ മൈലേജിൽ 3 എണ്ണം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വാഹനങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഏത് വണ്ടി എടുക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പവറും കുറച്ചുകൂടി ലുക്കും കുറച്ചുകൂടി ഒരു പിക്കപ്പ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ക്യുഡിലേക്ക് പോകാവുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്യൂവൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും നല്ല റീസെയിൽ വാല്യൂ ആണ് നിങ്ങളുടെ കൺസിഡറേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ അൾട്ടോ എടുക്കാവുന്നതാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഇയോൺ എന്ന് പറയുന്നത്. ഇയോണും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതിലെല്ലാം മുന്നിട്ട് നിൽക്കുന്ന വാഹനം തന്നെയാണ്. അപ്പം ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ.